ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ ചെയ്തു വെച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, അതിന്റെ കണ്ടിന്യൂവേഷൻ ചെയ്യാന്ന് സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. എന്നിട്ട് സെക്ഷൻ ബി തീർക്കാൻ നോക്കാം. അതുപോലെ തന്നെ ഇതിൽ സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് ഉണ്ട്, നല്ല ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ സി, അതും നമുക്ക് ഫിനിഷ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന. നെക്സ്റ്റ് ഒരു 3 more days നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്കിലായിരിക്കും നിങ്ങൾക്ക് മോക്ക് എക്സാംസ് തന്നിട്ട് മോക്ക് എക്സാംസിന്റെ ഡിസ്കഷനും അതേപോലെ അതിന്റെ ആസ്പെക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോളൂ കേട്ടോ. ഒന്ന് വായിക്കാം. ഇതൊന്ന് വായിച്ചോളൂ കേട്ടോ. ഇത് വായിച്ചായിരുന്നോ നിങ്ങള്? വായിച്ചെങ്കിൽ പറയണേ. നോട്ട് ചെയ്യാനുള്ളതെല്ലാം നോട്ട് ചെയ്തോളൂ. വായിക്കാനുള്ളതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ പറയാം. ഓക്കെ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? നെബിൻ വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ബെറ്റിയോ? ബെറ്റിയോ വായിച്ചു കഴിഞ്ഞോ? യെസ്, ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് അസറ്റ്സ് ബിലോങ്ങിങ് ടു ചെസ്നട്ട് വുഡ് റിക്വയർ an ഇമ്പയർമെന്റ് റിവ്യൂ? ഹെഡ് ഓഫീസ്, മെഷീനറി, ബോത്ത് ദ ഹെഡ് ഓഫീസ് ആൻഡ് ദ മെഷീനറി, നെയ്തർ ദ ഹെഡ് ഓഫീസ് ഓർ മെഷീനറി. ഏത് അസറ്റിനാണ് ഇമ്പയർമെന്റ് റിവ്യൂ ചെയ്യേണ്ടത്? ഹെഡ് ഓഫീസ്, മെഷീനറി, രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണത്തിന്. ഏതിനാണ് ചെയ്യേണ്ടത്? ഇമ്പയർമെന്റ് റിവ്യൂ, ആനുവൽ ഇമ്പയർമെന്റ് റിവ്യൂ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഏത് മെഷീനറിക്കാണ്? ഏത് അസറ്റ്സിനാണ്? ഹെഡ് ഓഫീസ്, ഹെഡ് ഓഫീസ്, മെഷീനറി, ഹെഡ് ഓഫീസ് ആൻഡ് മെഷീനറി, രണ്ടിനും ആനുവൽ ഇമ്പയർമെന്റ് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതിനാണ്? വിച്ച് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ? ആനുവൽ ഇമ്പയർമെന്റ് റിവ്യൂ നിർബന്ധമായി ചെയ്യേണ്ട അസറ്റ്സ് ഏതൊക്കെയാണ്? ഹെഡ് ഓഫീസ്, മെഷീനറി, രണ്ടും
ഏതെങ്കിലും ഒരെണ്ണം. അല്ല, നെയ്തർ ഓഫ് ദം. രണ്ടിനും ചെയ്യാൻ പാടില്ല. രണ്ടിനും ചെയ്യേണ്ട ആവശ്യമില്ല. ഏതാണ് കറക്റ്റ് ആൻസർ? ഓക്കെ, ദ കറക്റ്റ് ആൻസർ ഇസ് നെയ്തർ. മിഷനറി ആണെങ്കിലും ഹെഡ് ഓഫീസ് ആണെങ്കിലും ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഈ ടാഞ്ചിബിൾ അസറ്റ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഇഫ് ഇറ്റ് ഇസ് ഹാവ് എ ഡെഫിനിറ്റ് യൂസ്ഫുൾ ലൈഫ്, ഓക്കെ, ഡെഫിനിറ്റ് യൂസ്ഫുൾ ലൈഫ് ഉണ്ടെങ്കിൽ ഇമ്പയർമെന്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഇമ്പയർമെന്റ് ചെയ്യേണ്ടത് only when we have a ഇൻഡിക്കേഷൻ. ഇൻഡിക്കേഷനിൽ ഇപ്പൊ മാത്രമേ ഇമ്പയർമെന്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഇമ്പയർമെന്റ് എല്ലാ കൊല്ലവും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിർബന്ധമായിട്ട് ഇമ്പയർമെന്റ് ചെയ്യേണ്ട ആവശ്യം എല്ലാ കൊല്ലവും ചെയ്യേണ്ടത് അസറ്റ്സ് വിത്ത് ഇൻഡെഫിനിറ്റ് യൂസ്ഫുൾ ലൈഫ്, എക്സാമ്പിൾ ഗുഡ്വിൽ, ബ്രാൻഡ്, അതിനാണ് നിർബന്ധമായിട്ടും ഇമ്പയർമെന്റ് ചെയ്യേണ്ടത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, നെയ്തർ. In accordance with IAS 36, what is the correct journal entry to reflect the depreciation and the impairment of Chestnut for the year ended 31st December X7? ഡിപ്രീസിയേഷനും ആൻഡ് ഇമ്പയർമെന്റും റെക്കഗ്നൈസ് ചെയ്യേണ്ടത് കറക്റ്റ് ജേർണൽ എൻട്രി എന്താണ്? അപ്പൊ ഇവിടെ നോക്കാം, ഫാക്ടറിക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഫാക്ടറി നമ്മൾ 1st January ഇറ്റ് ഹാഡ് എ ക്യാരിയിങ് amount of 5 million. ഓക്കെ, സോ ഫാക്ടറി ഹാഡ് എ ക്യാരിയിങ് amount of 5 million. എപ്പോഴാണ്? 1st January. X1 it had a carrying amount of 5 million. Okay, എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്തു? We depreciated for a useful life of 10 years. So minus depreciation. So useful life 10 years, which is 500. ഒരു സെക്കൻഡ്. Okay, so depreciation എത്രയാ വരുന്നത്? 10 years. So carrying amount on 31st December X7 എത്രയാണ്? ഇമ്പയർമെന്റ് റിവ്യൂ ഉണ്ടായിരുന്നു. എത്രയുണ്ടായിരുന്നു ഇമ്പയർമെന്റ്? 2500, 2.5 million. കറക്റ്റ്. അപ്പോൾ ഇത് 31st December X7 ആണ്. സോ 31st December X7 ക്യാരിയിങ് amount is 4.5 million. ഇനി റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 2500 ആണ്. സോ ദർ വാസ് എൻ ഇമ്പയർമെന്റ് ലോസ് ഓഫ് 2 million. കറക്റ്റ്. അതിനുശേഷം എന്താ സംഭവിച്ചത്? Chestnut factory had been previously revalued upwards and the revaluation surplus had a credit balance of 1 million. So previous revaluation surplus ഉണ്ടായിരുന്നു. Previous revaluation surplus എത്രയായിരുന്നു? Previous revaluation surplus 1000 ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഇമ്പയർമെന്റ് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചാർജ് ചെയ്യേണ്ടത് ആർക്കാണ്? ആദ്യം ചാർജ് ചെയ്യേണ്ടത് ആർക്കാണ്? ആർക്കാണ് ആദ്യം ചാർജ് ചെയ്യേണ്ടത്? ഈ ഇമ്പയർമെന്റ് ലോസ് ആദ്യം കൊടുക്കേണ്ടത് ആർക്കാണ്? P&L ആണോ ആദ്യം കൊടുക്കേണ്ടത്, അതോ OCIയിലേക്കാണോ? കറക്റ്റ്, OCI റീവാലുവേഷൻ സർപ്ലസിലേക്കാണ് ആദ്യം ചാർജ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ജേർണൽ എൻട്രി എന്തായിരിക്കും? ഡെബിറ്റ് റീവാലുവേഷൻ സർപ്ലസ് 1000, ഡെബിറ്റ് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് 500, which goes to profit or loss, debit impairment loss 1000 and credit asset എത്രയാ വരുന്നത്?
2000. Sorry, 2500. ഓക്കെ. സോ നമ്മുടെ ടോട്ടൽ അസറ്റ് കുറഞ്ഞത് 2500 എന്നാണ്. എന്തുകൊണ്ടാ? 500 ഡിപ്രീസിയേഷൻ കാരണവും ബാക്കി 2000 ഇമ്പയർമെന്റ് ലോസ് കാരണവും. അപ്പോൾ ഈ ഇമ്പയർമെന്റ് ലോസ്, ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് പോകും. അതിൽ ഇമ്പയർമെന്റ് ലോസ് എത്ര പോകും? 1000 മാത്രമേ പോവുള്ളൂ. കാരണം എന്തുകൊണ്ടാ? പ്രീവിയസ്ലി ദർ വാസ് റീവാലുവേഷൻ സർപ്ലസ്. എത്ര ഉണ്ടായിരുന്നു? പ്രീവിയസ് റീവാലുവേഷൻ സർപ്ലസ് 1000 ഉണ്ടായിരുന്നു. സോ ഇറ്റ് വിൽ ഗോ 1000 ടു റീവാലുവേഷൻ സർപ്ലസ്. So the correct answer will be debit profit or loss 1.5, debit revaluation surplus, and credit non-current asset by 2.5 million. Option A ആണ് correct answer. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay. Next question. What is the amount of Chestnut Company's head office in the statement of financial position as at 31st December X7? ചെസ്റ്റ്നട്ടിന്റെ ഹെഡ് ഓഫീസിന്റെ ബാലൻസ് എത്രയാണ്? വാട്ട് ഇസ് ദ ചെസ്റ്റ്നട്ട്സ് ക്യാരിയിങ് അമൗണ്ട് ഓഫ് ദ ഹെഡ് ഓഫീസ്? ഹെഡ് ഓഫീസിന്റെ ബാലൻസ് എത്രയാണ്? അതാണ് ചോദ്യം. ഇതെന്താണ് ഹെഡ് ഓഫീസിനെ പറ്റി പറയുന്നത്? ചെസ്റ്റ്നട്ട്സ് ഹെഡ് ഓഫീസ് ഹാഡ് കോസ്റ്റ് ഓഫ് 12 million and is being depreciated over a 40 years useful life. On 31st December, there was an impairment review of the head office and recoverable amount seemed to be 9 million. A recent valuation at 31st December X7 had estimated that recoverable amount of head office is 11 million. Majority of the student എന്ത് ചെയ്യും? ഇവിടെ 11 million ചൂസ് ചെയ്യും. That will become wrong. കാരണം ഒരു അസറ്റ് ഇമ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ്ലി, പിന്നെ ആ അസറ്റ് റീവാല്യൂ ആവുന്നുണ്ട്, അതിന്റെ ഇമ്പയർമെന്റ് ലോസ് റിവേഴ്സ് ആവുന്നുണ്ട് എങ്കിൽ നമുക്ക് വെറുതെ കയറി അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. റിവേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താ? യു റിമൂവ് ദ ഡിപ്രീസിയേഷൻ, അതിൽ നിന്നും വരുന്ന മാക്സിമം എമൗണ്ട് എന്താണോ അതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. നോർമൽ ആയിട്ട് ഇമ്പയർമെന്റ് ലോസ് ഇല്ലായിരുന്നു എങ്കിൽ എത്രയാണോ ഡിപ്രീസിയേഷൻ വരുന്നത് അതാണ് നമ്മളുടെ നോർമൽ ആയിട്ട് വരുന്ന ക്യാരിങ് എമൗണ്ട്, അതാണ് നമ്മളുടെ മാക്സിമം വാല്യൂ. സോ ഇവിടെ വരുന്ന ഹെഡ് ഓഫീസ്. ഓക്കെ. സോ ഹെഡ് ഓഫീസിൽ ഫസ്റ്റ് ജാനുവരി 2000 X1 എത്രയായിരുന്നു ഹെഡ് ഓഫീസ്? 12,000 മൈനസ് ഡിപ്രീസിയേഷൻ. എത്രയായിരുന്നു ഡിപ്രീസിയേഷൻ? 40 years. കറക്റ്റ്. എത്ര വർഷത്തേക്കാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്? നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നത് 31st December 2000 X4 വരെയുള്ള ബാലൻസ് ആണ്. ഓക്കെ. സോ 31st December 2000 X4 എത്രയായിരുന്നു? 31st December 2000 X4 വരെ, X1 തൊട്ട് X4 വരെ എത്ര മാസം ഉണ്ട്? X1, X2, X3, X4, 4 years അല്ലെ? സോ 12,000 divided by 4 into, divided by 40 into 4 എത്ര വരും അപ്പോ? 1,200. So carrying amount is, okay, so cost, carrying amount is 10,800. ശരിയല്ലേ? Carrying amount is 10,800. So this is 12,000 divided by 40 into 4. ഓക്കെ. അത് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത്? റിക്കവറബിൾ എമൗണ്ട്. റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് എന്താ? എത്രയാണ് റിക്കവറബിൾ എമൗണ്ട് വരുന്നത്? 9,000. 9,000 ആണ് എന്ത് വരുന്നത്? റിക്കവറബിൾ എമൗണ്ട്. സോ വിച്ച് മീൻസ് ഇമ്പയർമെന്റ് ലോസ് എത്രയാണ്? 1,800 ആണ് നമ്മളുടെ ഇമ്പയർമെന്റ് ലോസ് പ്രീവിയസ്ലി ഉണ്ടായിരിക്കുന്നത്. ശരിയല്ലേ? കറക്റ്റ്. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? ഫർദർ ഡിപ്രീഷിയേറ്റ് ആയി. എന്ന് വരെ ഡിപ്രീഷിയേറ്റ് ആയി? നമ്മുടെ ഇയർ എൻഡ് എപ്പോഴാണ്? നമ്മുടെ ഇയർ എൻഡ് 31st December 2000 X7. 31st December X7. അപ്പൊ എത്രയാ റിക്കവറബിൾ എമൗണ്ട് പറയുന്നത്?
ഡിപ്രീഷിയേഷൻ നടന്നു. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് നമുക്ക് ക്യാരിങ് എമൗണ്ട് കണ്ടുപിടിക്കാം. എത്രയാ ക്യാരിങ് എമൗണ്ട്? ഡിപ്രീസിയേഷൻ ഫർദർ എത്ര വർഷമാണ് ഫർദർ? X4 നിന്നും X5, X6, X7 3 കൊല്ലം അല്ലെ, 3 years. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? 40 years ആയിരുന്നു യൂസ്ഫുൾ ലൈഫ്. സോ 9000 ഡിവൈഡഡ് ബൈ 40 years ആയിരുന്നു യൂസ്ഫുൾ ലൈഫ്. ഇപ്പൊ റിമൈനിങ് എത്ര വർഷമുണ്ട്? 4 years കഴിഞ്ഞു, 36 years റിമൈനിങ് ആണ്. മൾട്ടിപ്ലൈഡ് ബൈ 3. സോ 9000 ഡിവൈഡഡ് ബൈ 36 into 3, which will be 750. അപ്പൊ ക്യാരിങ് എമൗണ്ട് എത്രയാ വരുന്നത്? ക്യാരിങ് എമൗണ്ട് വിൽ ബി 8250. ഇനി ഇതിന്റെ റിക്കവറബിൾ എമൗണ്ട് എത്രയാ പറയുന്നത് ഇവര്? എത്രയാ പറയുന്നത്? 11,000. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2750 ഇമ്പയർമെന്റ് നമ്മൾ റിവേഴ്സ് ചെയ്യണോ? എന്ന് പറഞ്ഞാൽ 1800 ഫുൾ ആയിട്ട് റിവേഴ്സ് ചെയ്യണോ? നോട്ട് അലൗഡ്. Standard doesn't allow that. Standard says you have to calculate the maximum value. Maximum value എന്താ പറയുന്നത്? Maximum value ഒന്നെങ്കിൽ റിക്കവറബിൾ എമൗണ്ട്, ലോവർ ഓഫ് ഒന്നെങ്കിൽ റിക്കവറബിൾ എമൗണ്ട്, വിച്ച് ഇസ് എത്രയാ പറയുന്നത്? 11,000. അല്ലെങ്കിൽ the carrying amount if there was no impairment. Carrying amount if there was no impairment. ഒന്നെങ്കിൽ റിക്കവറബിൾ എമൗണ്ട് വിച്ച് ഇസ് 11,000, അല്ലെങ്കിൽ carrying amount if there was no impairment. അത് എത്രയാണ്? We have to calculate carrying amount if there was no impairment. Impairment ഇല്ലായിരുന്നെങ്കിൽ എത്രയായിരുന്നു carrying amount? It would go normal depreciation. Normal depreciation follow ചെയ്തേനെ. എങ്ങനെയാ അത് സംഭവിക്കുന്നത് നോക്കാം. കോസ്റ്റ് വിൽ ബി 1200. carrying amount ഇതുവരെ ഒരു ചേഞ്ചും ഇല്ല. This much. Cost will be 1200. Depreciation for 4 years 1200. Cost will be 12,000. Depreciation for 4 years 1200. Carrying amount to 10,800. Recoverable amount impairment loss 0. No change. ഇതിലും ചേഞ്ച് ഇല്ല. ഫർദർ 3 വർഷത്തെ ഡിപ്രീസിയേഷൻ അത് എത്രയാണത്? സെയിം 12,000 ഡിവൈഡഡ് ബൈ 40 into 3, അല്ലെങ്കിൽ 10,800, അല്ലെങ്കിൽ 10,800 ഡിവൈഡഡ് ബൈ 36 into 3, സെയിം കിട്ടണം. 36 into 3 900, അല്ലെങ്കിൽ 12,000 ഡിവൈഡഡ് ബൈ 40 into 3 900. കറക്റ്റ്. അപ്പൊ നമ്മുടെ ഡിപ്രീസിയേഷൻ എത്രയാ വരുന്നത്? ഡിപ്രീസിയേഷൻ വുഡ് ബി 900. So what is our carrying amount? 9,900. So carrying amount impairment ഇല്ലായിരുന്നെങ്കിൽ എത്ര വന്നേനെ? 9,900. സ്റ്റാൻഡേർഡ് എന്താ പറയുന്നത്? You can increase the value only to the extent of its maximum value. എത്രയാണ് ഈ maximum value എന്ന് പറഞ്ഞാൽ? Maximum value will be 9,900. So that should be our amount. 9,900 ആയിരിക്കണം നമ്മളുടെ എമൗണ്ട്. സോ നമ്മുടെ റിവേഴ്സൽ എത്രയാണ്? റിവേഴ്സൽ ഓഫ് ഇമ്പയർമെന്റ് ലോസ് എത്രയാണ്? റിവേഴ്സൽ ഓഫ് ഇമ്പയർമെന്റ് ലോസ് 1,650. That will be our reversal of impairment loss. Is this clear? Okay. നമ്മുടെ ചോദ്യം ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്യാരിങ് എമൗണ്ട് ആസ് അറ്റ് 31st December X7 എത്രയാണെന്ന് കാണിക്കാനാണ് നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. That is 9,900. The question was to calculate the value of the financial position head office as of 31st December X7. അത് എത്രയാണത്? 9,900 ആണ്. പക്ഷേ കണ്ടിന്യൂവേഷൻ ആയിട്ട് I just wanted to explain that to you as well. All I want you to do is understand that maximum value വേണം നമ്മുടെ റിവേഴ്സൽ നടത്താൻ. Maximum value will be 9,900. അപ്പോൾ നമ്മുടെ റിവേഴ്സൽ എത്ര വരും? 1,650. Okay. Any questions? Betty? Okay. So 3 question കഴിഞ്ഞു. 4ാമത്തെ question. Which of the following statement regarding government grant is correct? ഇതെല്ലാവരും ഒന്ന് ട്രൈ നോക്കിയേ. Which of the following statement is regarding government grant is correct? I will give you 1 minute to answer this question.
എന്താണ് കറക്റ്റ് ആൻസർ? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, എക്സാം ഒന്നും അല്ല. യാ, 4. എല്ലാരും അറ്റംപ്റ്റ് ചെയ്ത് നോക്കട്ടെ. നെബിൻ ആൻഡ് ബെറ്റി. ഡി. ഓക്കെ. 2 അല്ല, 2 അല്ല. 2 is wrong answer. Correct answer is option D. Grants, deferred income method should always be used for grant. ഇല്ല, രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ deferred income method, അല്ലെങ്കിൽ അസറ്റിന്റെ വാല്യൂ നമുക്ക് കുറയ്ക്കാം. ഗ്രാൻസ് റിലേറ്റഡ് ടു ഇൻകം മസ്റ്റ് ബി പ്രസന്റഡ് സെപ്പറേറ്റ്ലി. വേണമെന്നില്ല. ഒന്നെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അതർ ഓപ്പറേറ്റിംഗ് ഇൻകമിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെൻസിൽ നിന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. വി ക്യാൻ റെഡ്യൂസ് ഇറ്റ് ഫ്രം ദ വാല്യൂ ഓഫ് ദ എക്സ്പെൻസസ്. വി ക്യാൻ റെഡ്യൂസ് ഇറ്റ് ഫ്രം ദ വാല്യൂ ഓഫ് ദ കറസ്പോണ്ടിങ് എക്സ്പെൻസ്. എനിക്ക് ഇലക്ട്രിസിറ്റി ബില്ലിനാണ് ഗ്രാന്റ് കിട്ടിയെങ്കിൽ ഇലക്ട്രിസിറ്റി എക്സ്പെൻസിൽ നിന്നും എനിക്ക് വേണമെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാം. ഡെഫേർഡ് ഇൻകം മെത്തേഡ് ഷുഡ് ഓൺലി ബി അപ്ലൈഡ് ഇഫ് ഇറ്റ് ഇസ് ഗ്രാന്റ് ഇസ് റീപേയബിൾ. അങ്ങനെ ഒരു നിർബന്ധം ഇല്ല. ഡെഫേർഡ് ഇൻകം നോർമലി നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. Grants related to assets can be accounted by using deferred income or by deducting the assets carrying amount. Correct. That is the correct answer. D is the correct answer. Next question. What is the carrying amount of the non-current liability? Non-current liability. Non-current liability in respect of the government grant. What is the carrying amount of the non-current liability in respect of the government grant in Chestnut statement of financial position? Okay. എപ്പോഴാണ് നമ്മൾ ഗ്രാന്റ് എടുത്തത്? വി റിസീവ്ഡ് ഗ്രാന്റ് ഓൺ 1st April 2007. എത്രയായിരുന്നു ഓപ്പണിംഗ് വാല്യൂ? ഓപ്പണിംഗ് വാല്യൂ വാസ് 2600. എത്ര വർഷത്തെ ഗ്രാന്റ് ആയിരുന്നു അത്? എത്ര വർഷത്തെ ഗ്രാന്റ് ആയിരുന്നു? ഇത് മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തതിന് കിട്ടിയ ഗ്രാന്റ് ആണ്. മെഷീനറി നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് എത്ര വർഷം കൊണ്ടാ? 5 years. സോ നമ്മളും ഗ്രാന്റിനെയും 5 years കൊണ്ട് തന്നെ അമോർട്ടൈസ് ചെയ്യണം. സോ ഓപ്പണിംഗ് ടൈമിൽ എന്തായിരിക്കും ജേർണൽ എൻട്രി പാസ് ചെയ്യുക? ഓപ്പണിംഗ് ടൈമിൽ വി വിൽ ഡെബിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് ഡെഫേർഡ് ഇൻകം ലയബിലിറ്റി. അപ്പൊ ഓപ്പണിംഗ് ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്പണിംഗ് ലയബിലിറ്റി 2600. ഓപ്പണിംഗ് ലയബിലിറ്റി 2600. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? എല്ലാ കൊല്ലവും ഡിവൈഡഡ് ബൈ 5 നമ്മൾ എതിലോട്ട് ചാർജ് ചെയ്യും? ചാർജ് ടു ഇൻകം. എത്രയാ ചാർജ് ചെയ്യുക? 2600 ഡിവൈഡഡ് ബൈ 5. പക്ഷെ ഏപ്രിലാണല്ലോ എടുത്തത്. നമ്മുടെ ഇയർ എൻഡ് എപ്പോഴാണ്? 31st December 2007. December 2007. That is our closing liability. Right? അപ്പോ എത്ര മാസമുണ്ട്? ഏപ്രിൽ ടു ഡിസംബർ എത്ര മാസമുണ്ട്? ഏപ്രിൽ മുതൽ ഡിസംബർ വരെ എത്ര മാസമുണ്ട്? ഹൗ മെനി മന്ത്സ് ആർ there? 9 months. Very good. So 9 months ഉണ്ട്. So 9 months till 31st December വരെ നമ്മൾ എന്ത് ചെയ്യണം? Take 2600 divided by 5 into 9 by 12, which will be 390. 390. Okay? 390. So closing liability എത്രയായിരിക്കും? 2210. 2210. ഇതിൽ what is my, ഇത് ഈ ലയബിലിറ്റിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യണം. ഐ ഹാവ് ടു സ്പ്ലിറ്റ് ഇറ്റ് ബിറ്റ്വീൻ നോൺ കറന്റ് ലയബിലിറ്റി ആൻഡ് കറന്റ് ലയബിലിറ്റി. എങ്ങനെയാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? നമുക്ക് കറന്റ് ലയബിലിറ്റി ഈസ് ഫിക്സ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് ക്വസ്റ്റ്യൻ. ഗവൺമെന്റ് ഗ്രാന്റ്, ലീസിംഗ് വെയർ വി ആർ പേയിങ് ഇൻ അഡ്വാൻസ്, ഇതെല്ലാം കറന്റ് ലയബിലിറ്റി ഫിക്സ്ഡ് ആണ്. എന്താണ് കറന്റ് ലയബിലിറ്റി? അടുത്ത കൊല്ലം വാട്ട് വി ആർ ചാർജിങ് ടു ഇൻകം. അടുത്ത കൊല്ലം നമ്മൾ ഇൻകത്തിലേക്ക് എത്രയാ ചാർജ് ചെയ്യുക? കഴിഞ്ഞ കൊല്ലം നമ്മൾ 9 മാസത്തെ ചാർജ് ചെയ്തുള്ളൂ. എന്തുകൊണ്ടാ? ഏപ്രിലാണ് എടുത്തത്. കറക്റ്റ്. പക്ഷെ നെക്സ്റ്റ് ഇയർ ഓപ്പണിംഗ് ലയബിലിറ്റി എത്രയാ? 1st January 2007 തന്നെ ഓപ്പണിംഗ് ആവില്ലേ? ഓപ്പണിംഗ് ലയബിലിറ്റി വിൽ ബി ഓൺ 1st January 2007. എത്രയാണത്? 2210. കറക്റ്റ്. സോ 12 months, നെക്സ്റ്റ് 12 മാസം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഏതിലേക്ക്? ഇൻകത്തിലേക്ക്. നെക്സ്റ്റ് 12 months നമുക്ക് എന്തിലോട്ട് ചാർജ് ചെയ്യാം?
ഇൻകത്തിലേക്ക് ചാർജ് ചെയ്യാം. അതെത്രയാ ചാർജ് ചെയ്യേണ്ടത്? 2600 ഡിവൈഡഡ് ബൈ 5. സെയിം, ഇറ്റ് വിൽ ബി ദ സെയിം സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്ത്. അപ്പൊ ദാറ്റ് വിൽ ബി 520. സോ ക്ലോസിംഗ് ലയബിലിറ്റി എത്രയാവും? ക്ലോസിംഗ് ലയബിലിറ്റി വിൽ ബി 31st December 2000 X8 will be 1690. സോ നമ്മുടെ ഇയർ എൻഡില് 31st December 2000 X7 നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് ഇസ് അവർ നോൺ കറന്റ് ലയബിലിറ്റി? നത്തിങ് ബട്ട് ദ ലയബിലിറ്റി ദാറ്റ് ഓഫ് ദ നെക്സ്റ്റ് ഇയർ. അടുത്ത കൊല്ലം നമുക്കുള്ള ലയബിലിറ്റി വിച്ച് ഇസ് 1690. അതാണ് നമ്മളുടെ നോൺ കറന്റ് ലയബിലിറ്റി. കറന്റ് ലയബിലിറ്റി എന്താണ്? 520. ഓക്കെ, സോ 520 is our current liability. Okay, so non-current liability എന്ന് പറയുന്നത് എന്താ? 1690. Current liability will be 520. So correct answer എന്താണ്? What is the non-current liability? Non-current liability is 1.69. Non-current liability is 1.69. എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടോ? Okay. So I'll give you ഒരു 2 minutes break before we do the next question. ഒരു 2 minutes break. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഡിയാസ് കമ്പനി. ഓക്കെ, ഇതൊന്ന് വായിച്ചോളൂ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോളൂ. വായിച്ചിട്ട് കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ് ദാറ്റ് യു ആർ ഡൺ.
കഴിഞ്ഞില്ലേ? കഴിഞ്ഞെങ്കിൽ അപ്പൊ തന്നെ ഇടായിരുന്നില്ലേ? വാട്ട് അബൌട്ട് അതേഴ്സ്? Okay. So first question, as per IAS 32, which of the following items would be presented as a financial instrument in trial balance? ഏതൊക്കെയാണ് financial instrument? Closing inventory and trade receivables only. Closing inventory is under the standard of IAS 2. It is not a financial instrument. 5% loan notes only financial instrument ആണ്. Trade receivable and 5% loan notes. Yes, both are financial instruments. രണ്ടും financial instruments ആണ്. Closing inventory, trade receivable and 5% loan notes. Closing inventory is not a financial instrument. Trade receivable, loan note എന്താണ്? Financial instrument ആണ്. Next question, what is the correct carrying amount of the inventory to be recognized in financial statement 31st December X8? ഇപ്പൊ ഇൻവെന്ററിക്ക് എന്താ സംഭവിച്ചത്? ഇൻവെന്ററി വാല്യൂ വാസ് 8.6 million. 8,600 ആയിരുന്നു ഇൻവെന്ററിയുടെ വാല്യൂ. പക്ഷെ അവിടെ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് പ്രശ്നം? ഒരു പ്രശ്നം, ഇറ്റ് വാസ് വൺ ഐറ്റം വാസ് മിസ്സിംഗ്. പക്ഷെ അത് തന്നിരിക്കുന്നത് എന്തിലാണ്? സെയിൽ വാല്യൂ. സെയിൽ വാല്യൂലാണോ നമ്മൾ ഇൻവെന്ററി വാല്യൂ ചെയ്യുന്നത്? ഹൗ ഇസ് ഇൻവെന്ററി വാല്യൂ? ഇൻവെന്ററി എങ്ങനെ വാല്യൂ ചെയ്യുന്നത്? ഇൻവെന്ററി ഇസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ NRV, whichever is lower. കോസ്റ്റ് ഓർ NRV, whichever is lower. അതിലാണ് ഇൻവെന്ററി എന്ത് ചെയ്യുന്നത്? വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻവെന്ററി എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ റെക്കോർഡിംഗ് ഉണ്ട്, അത് കണ്ടോളുക. വെരി സിമ്പിൾ ആണ്, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. യു ക്യാൻ വാച്ച് ദാറ്റ് റെക്കോർഡിംഗ്. നത്തിങ് കോംപ്ലിക്കേറ്റഡ് ഓർ എനി ഇഷ്യൂസ്. ഇൻവെന്ററി ഇസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ NRV, whichever is lower and had been incorrectly excluded from the count. സോ അതിനെ ഇൻകറക്ട്ലി അവർ എക്സ്ക്ലൂഡ് ചെയ്തു. ഇതിന്റെ സെയിൽ വാല്യൂ 0.6 million ആണ്. പക്ഷെ മാർക്കപ്പിലാണ് വാല്യൂ ഉള്ളത്. 50% മാർക്കപ്പിലാണ് ഉള്ളത്. സെയിൽ വാല്യൂ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 0.6 million. ദാറ്റ് വാല്യൂ ഇസ് അറ്റ് 50% മാർക്കപ്പ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. വി നീഡ് ടു കാൽക്കുലേറ്റ് ദ കോസ്റ്റ്. സെക്കൻഡ് ഐറ്റം എന്താ പറയുന്നത്? സെക്കൻഡ് ഐറ്റം വിത്ത് എ കോസ്റ്റ് ഓഫ് 0.2 million. കോസ്റ്റ് എത്ര പറയുന്നത്? അതിന്റെ 0.2 million. Could be sold, is damaged and could be sold only 50% of the normal selling price. അപ്പോൾ നോർമൽ സെല്ലിംഗ് പ്രൈസിന്റെ 50% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെ സെല്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ വി ക്യാൻ സെൽ ഇറ്റ് ഓൺലി അറ്റ് 50% ഓഫ് ദ നോർമൽ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നതാണ് 0.2 million. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിന്റെ സെയിൽ വാല്യൂ കണ്ടുപിടിക്കണം. ഫസ്റ്റ് വണ്ടെ സെയിൽ വാല്യൂ തന്നിട്ടുണ്ട്, അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. സെക്കൻഡ് വണ്ടെ കോസ്റ്റ് തന്നിട്ടുണ്ട്, അതിന്റെ സെയിൽ വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ വാല്യൂവിനെ 50% കുറയ്ക്കണം. ബിക്കോസ് ദാറ്റ് വിൽ ബി അവർ NRV. എന്നിട്ട് ആ NRV എത്രയാണോ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്, കോസ്റ്റിൽ നിന്നും എത്രയാണോ NRV റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇൻവെന്ററിയിൽ എത്രയായിട്ടാണ് കിടക്കുന്നത്? ഇൻവെന്ററിയുടെ വാല്യൂ 200 ആയിട്ട് കിടക്കുന്നുണ്ട്. 0.2 million ഇൻവെന്ററിയുടെ വാല്യൂ കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? യു നീഡ് ടു കാൽക്കുലേറ്റ് ദ NRV. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ലെറ്റ് us look at this question. 21st one. Okay. So closing inventory as per TB, which is 8,600 ആണ് വാല്യൂ. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് മിസ്സിംഗ് ഐറ്റംസ്. മിസ്സിംഗ് ഐറ്റംസിനെ ആഡ് ചെയ്യുക. എത്രയാണ് മിസ്സിംഗ് ഐറ്റംസ്? മിസ്സിംഗ് ഐറ്റംസിന്റെ സെയിൽ വാല്യൂസ് എത്രയാണ്? 600. കോസ്റ്റ് എത്ര? മാർക്കപ്പ് 50%. അപ്പൊ മാർക്കപ്പ് എന്ന് പറയുമ്പോൾ എന്താ കണ്ടുപിടിക്കണ്ടേ? ഇപ്പൊ മിസ്സിംഗ് ഐറ്റംസ്. ഓക്കെ, കോസ്റ്റ്, സെയിൽ വാല്യൂ, പ്രോഫിറ്റ്. ഇവിടെ മാർക്കപ്പ് 50% ആണ്. അപ്പൊ മാർക്കപ്പ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് വിൽ ബി 100, സെയിൽ വിൽ ബി 150. ഇതിന്റെ സെയിൽ വാല്യൂ ആണ് എത്ര പറഞ്ഞിരിക്കുന്നത്? 600. അപ്പൊ വിച്ച് ഇസ് അറ്റ് വാല്യൂഡ് അറ്റ് 150.
അപ്പൊ അതിനെ കോസ്റ്റിലേക്ക് മൾട്ടിപ്ലൈ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ടേക്ക് 600 multiplied by 100 divided by 150. So 600 into 100 divided by 150. അപ്പൊ എത്രയാവും അത്? 400 ആവും. That will be 400. Okay? That will be 400. Then next എന്താ ചെയ്യേണ്ടത്? That is the missing item. Next എന്താ ചെയ്യേണ്ടത്? There is something that is called as second item, 0.2 million, which had been included in the count, were damaged. So damaged item. അതിന്റെ കോസ്റ്റ് എത്രയാണ്? ഡാമേജ്ഡ് ഐറ്റത്തിന്റെ കോസ്റ്റ് വാസ് 200. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ NRV കണ്ടുപിടിക്കണം. എങ്ങനെയാ NRV കണ്ടുപിടിക്കണ്ടേ? വി ഹാവ് ടു ടേക്ക് ദ ഫസ്റ്റ് ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് എടുക്കുക. ടേക്ക് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദിസ് ഐറ്റം. സെല്ലിംഗ് പ്രൈസ് എത്രയാ വരുന്നത്? എങ്ങനെയാ സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് ഇസ് 200 മൾട്ടിപ്ലൈഡ് ബൈ 150 ഡിവൈഡഡ് ബൈ 100. കോസ്റ്റ് എന്ത് ചെയ്യുക? 200 എടുക്കുക, മൾട്ടിപ്ലൈഡ് ബൈ 150 ഡിവൈഡഡ് ബൈ 100 എടുക്കുക. 150 ഡിവൈഡഡ് ബൈ 100. സോ സെല്ലിംഗ് പ്രൈസസ് 300 വിൽ ബി ദ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ അതിന്റെ 50% മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? NRV ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിന്റെ 50% എത്രയാ? 50% വിൽ ബി, ഇതിന്റെ 50% വിൽ ബി 150. സോ എത്രയാണ് നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യേണ്ടത്? റൈറ്റ് ഡൗൺ കോസ്റ്റിൽ നിന്നും 150യിലേക്ക് നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യണം. സോ റൈറ്റ് ഡൗൺ വിൽ ബി 50. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ റൈറ്റ് ഡൗൺ ചെയ്യേണ്ടത് എന്താ? ലെസ് റൈറ്റ് ഡൗൺ ഓഫ് ഇൻവെന്ററി. എത്രയാണ് അത് വരുന്നത്? 50 റൈറ്റ് ഡൗൺ ചെയ്യുക. കാരണം എന്തുകൊണ്ടാ? കാരണം ഈ ഐറ്റത്തിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഐറ്റത്തിന്റെ വാല്യൂനെ നമ്മൾ NRV 50% വാല്യൂയിലേക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതിന്റെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 200 ആണ് അല്ലെ? ഇതിന്റെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്. പക്ഷെ ഇതിന്റെ NRV എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് 300ൽ നിന്നും 50% മാത്രമേ വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കോസ്റ്റ് 200ൽ നിന്നും 150യിലേക്ക് റൈറ്റ് ഡൗൺ ചെയ്യാം, 150യിലേക്ക് കുറയ്ക്കാം. അപ്പൊ 50 നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യും. സോ വാട്ട് വിൽ ബി ദ വാല്യൂ? ദ ആക്ച്വൽ വാല്യൂ വിൽ ബി 8950. സോ 8.95 ആയിരിക്കും actual value. So that is option A. Any questions? Any questions? Okay. In attempt to improve the reported profits, directors decided to change the valuation method from first in first out to average cost. അപ്പൊ ഇൻവെന്ററിയുടെ പോളിസിനെ ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൽ നിന്നും ആവറേജ് കോസ്റ്റിലേക്ക് ഇൻവെന്ററിയുടെ പോളിസിനെ മാറ്റുകയാണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൽ നിന്നും ആവറേജ് കോസ്റ്റിലേക്ക് പോളിസി മാറ്റുകയാണ്. ഇൻവെന്ററിയുടെ പോളിസിനെ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? വിച്ച് ആർ ദ ഫോളോയിങ് in statements regarding the potential change is or are correct? Which is the correct statement? ഇതാണ് ചോദ്യം. Change will represent a change in accounting estimate. അല്ല, ഇൻവെന്ററിയുടെ പോളിസി ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന ആവറേജിലേക്ക് മാറ്റുമ്പോൾ ഇറ്റ് ഇസ് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. ഇറ്റ് ഇസ് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. ഇറ്റ് ഇസ് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. സോ ദ ഫസ്റ്റ് വൺ ഇസ് റോങ്. സെക്കൻഡ് വൺ എന്താ പറയുന്നത്? സെക്കൻഡ് വൺ, the financial statements will be adjusted prospectively. No. Financial statements will be adjusted retrospectively. Financial statements will be adjusted
retrospectively. So രണ്ട് ആൻസറും തെറ്റാണ്, രണ്ട് ഓപ്ഷനും തെറ്റാണ്. Both of them are wrong. Okay, കാരണം when there is a change in accounting policy, എന്താ ചെയ്യേണ്ടത് നമ്മള്? when there is a change in accounting policy, it is നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ റെട്രോസ്പെക്റ്റീവ് ആയിട്ട് എഫക്ട് ചേഞ്ച് ചെയ്യണം. കഴിഞ്ഞ വർഷത്തെ ബാലൻസസ് നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഫാക്ടറിംഗ് ഇസ് നോട്ട് ട്രൂ? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയല്ലാത്തത്? അപ്പൊ ഫാക്ടറിംഗിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്ന് പോവാം. ഇവിടെ ഡയസ് entered into a factoring with FinAid company. FinAid company ആയിട്ട് ഫാക്ടറിംഗിലേക്ക് പോയി 31st December 2008. In accordance with the agreement, Dias sold trade receivables with a carrying amount of 6.2 million for 6 million. So 6.2 million value ulla carrying trade receivable ne 6 million leke sell chedu. Under the terms of the agreement, after 6 months, FinAid will return any unpaid receivables to Dias for collection. FinAid will also charge Dias a fee for 5% for uncollected balances. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? 6 മാസം കഴിഞ്ഞാൽ ഏതെങ്കിലും റിസീവബിൾ പേയ്മെന്റ് ചെയ്തിട്ടില്ല, പൈസ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? എനി റിസീവബിൾ ഡിഡ് നോട്ട് പേ. ആരാണ് അതിന് റെസ്പോൺസിബിൾ? DS ആണ് അതിന് റെസ്പോൺസിബിൾ. അത് DSന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ, അത് DSന്റെ റെസ്പോൺസിബിലിറ്റി ആവുന്ന സാഹചര്യത്തിൽ, this factoring, this receivable is not sold completely. ഈ റിസീവബിളിനെ നമ്മൾ 100% എന്ത് ചെയ്തിട്ടില്ല? സെല്ല് ചെയ്തിട്ടില്ല. കാരണം എന്തുകൊണ്ടാ? DSന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത് ചെയ്യേണ്ടത്? ഈ എമൗണ്ട് തിരിച്ചടക്കേണ്ടത് എന്നുള്ളത്. സോ റിസ്ക് ആൻഡ് റിവാർഡ് ഓഫ് ദിസ് അസെറ്റ് ഇസ് സ്റ്റിൽ വിത്ത് ആരുടെ കയ്യിലാണ് ഉള്ളത്? DSന്റെ കയ്യിലാണ് ഉള്ളത്. ഫിൻഎയ്ഡിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടില്ല. സോ ദിസ് ഇസ് എ ഫാക്ടർ. എന്താണ് പറയുന്നത്? വിത്ത് റീകോഴ്സ് ആണോ വിത്തൗട്ട് റീകോഴ്സ് ആണോ? ഫാക്ടറിംഗ് വിത്ത് റീകോഴ്സ് ആണോ വിത്തൗട്ട് റീകോഴ്സ് ആണോ? റൈറ്റ്, ഇറ്റ്സ് എ ഫാക്ടറിംഗ് വിത്ത് റീകോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിസ്കും റിവാർഡും ഈ ബാഡ് ഡെപ്സിന്റെ റിസ്ക് ആർക്കാണുള്ള? കമ്പനിക്കാണ് ഉള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് വിത്ത് റീകോഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്യുക? ട്രേഡ് റിസീവബിൾ കാണിക്കും. ഈ 6 million കിട്ടിയത് എന്തായിട്ട് കാണിക്കും? ലയബിലിറ്റി ആയിട്ട് കാണിക്കും. 6.2 million will be shown as asset. 6 million will be shown as a corresponding liability. എന്നിട്ട് ഈ 5% ഫീനെ നമ്മൾ എന്ത് ചെയ്യും? ചാർജ് P&L ചാർജ് ചെയ്യും. ഇതിന്റെ ഡിഫറൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഇഗ്നോർ ചെയ്യേണ്ട സാധനമാണ്. കാരണം അത് ഡിഫറൻസ് ഒന്നും പോവില്ല, സെറ്റ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? 6.2 million അസറ്റ് സെപ്പറേറ്റ് ആയിരിക്കും, 6 million ലയബിലിറ്റി സെപ്പറേറ്റ് ആയിരിക്കും. ഇത് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത് എപ്പോഴാണ്? വെൻ ഇറ്റ് ഇസ് വിത്തൗട്ട് റീകോഴ്സ്. നമുക്ക് റിസ്ക് ഇല്ലാത്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ 6.2നെയും 6 millionനെയും കമ്പൈൻ ചെയ്ത് ആ ഡിഫറൻസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് കാണിക്കേണ്ടത്. കറക്റ്റ്. സോ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വാട്ട് ഇസ് ദ കറക്റ്റ് നോട്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? 6 million ഷുഡ് ബി റെക്കോർഡഡ് ആസ് എ ലയബിലിറ്റി. കറക്റ്റ്. ദിസ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. എന്തുകൊണ്ടാ? ബിക്കോസ് ഇറ്റ് ഇസ് എ ഫാക്ടറിംഗ് വിത്ത് റീകോഴ്സ്. ഇപ്പൊ ലയബിലിറ്റിയിലേക്ക് നമ്മൾ 6 million കാണിക്കണം. 5% ഷുഡ് ബി എക്സ്പെൻസ് ടു P&L. കറക്റ്റ്. ആ ഇൻട്രസ്റ്റ് എക്സ്പെൻസിനെ P&L നമ്മൾ ചാർജ് ചെയ്യണം. Receivable remain as an asset in the financial statement. That is also correct. Receivable financial statement കാണിക്കണം. 0.2 million എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. It is irrelevant. So this is the wrong statement. ഇതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay. Last question. In respect of 5% loan notes, how much should be recognized in profit or loss? അപ്പൊ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് എത്ര നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം? ഇതാണ് ചോദ്യം. ഹൗ മച്ച് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് പ്രോഫിറ്റ് ഓർ ലോസ്? ഇതാണ് ക്വസ്റ്റ്യൻ. Okay, in respect of 5% loan notes, how much should be recognized in profit or loss?
സോ നമ്മുടെ ഓപ്പണിംഗ് വാല്യൂ എത്രയാണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഇത് ഏതാ ക്വസ്റ്റൻ ആണ്? 25. സോ ഇതിന്റെ ഓപ്പണിംഗ് വാല്യൂ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് 8%. ദിസ് വിൽ ഗോ ടു P&L. ആക്ച്വൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര ശതമാനമാണ്? 5%. ആൻഡ് ദെൻ യു ഹാവ് ക്ലോസിംഗ്. കറക്റ്റ്. അപ്പൊ ഓപ്പണിംഗ് എത്രയാ നമ്മൾ ചാർജ് ചെയ്യുന്നത്? ഓപ്പണിംഗ് നമുക്ക് വരുന്നത് എത്രയാ? ഓപ്പണിംഗില് നമ്മൾ എത്രയാണ് എടുത്തത്? 9 million ആണ് ലോൺ ആയിട്ട് എടുത്തത്. സോ 9,000 വാസ് ടേക്കൺ ആസ് ദ ലോൺ. അതിൽ നിന്നും എത്രയാണ് നമ്മുടെ ഇഷ്യൂ കോസ്റ്റ്? 500 is my issue cost. So opening will be 8.5 million. So this is for 31st December 2008. പക്ഷെ എന്നാണ് ഞാൻ ലോൺ ഇഷ്യൂ ചെയ്യുന്നത്? 1st July 2008. 1st July 2008 ഞാൻ ലോൺ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ എത്ര മാസം ഉണ്ട്? ഹൗ മെനി മന്ത്സ് ആർ ദർ ഫ്രം 1st April to 1st July to 31st December? എത്ര മാസം ഉണ്ട്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 6 മാസം. So your effective interest rate will be 8,500 into 8% into 6/12. That will be 340. Actual interest rate will always be on the nominal value. 9,000 into 5% again into 6/12. കാരണം എന്തുകൊണ്ടാ? എപ്പോഴാണ് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്? 30th June ആണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. സോ 9,000 into 5% into 6/12, which will be 225. So closing will be 8615. Next year opening 8615. Effective interest rate for full year 689.2. Actual interest rate 9,000 into 5% without proration 450. So will be 8845. Okay, any questions? Okay, so എന്താണ് correct answer? Correct answer will be, that goes to P&L, will be 0.34 million. ഇതാണ് correct answer. This will go to P&L. ഇതായിരിക്കും P&L ലേക്ക് പോകുന്ന ചാർജ്. Okay, any questions? Okay, so we'll take a 3 minutes break. 9 PM നമുക്ക് resume ചെയ്യാം. We'll resume by 9 PM and then we will look into the next scenario.
ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോളൂ. ബാർഗി കമ്പനി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഉടനെ മെസ്സേജ് അയക്കുക കേട്ടോ. വായിച്ചു കഴിഞ്ഞിട്ട് ഉടനെ മെസ്സേജ് അയക്കുക. ഓക്കെ, ഗുഡ്. അപ്പൊ ഇതില് റവന്യൂ ആണ് മെയിൻലി വന്നിരിക്കുന്നത്. പക്ഷെ ലാസ്റ്റത്തെ ഒരു ഇതില് ദർ ഇസ് എ റീപർച്ചേസ് എഗ്രിമെന്റ്. അപ്പൊ റീപർച്ചേസ് എഗ്രിമെന്റ് കോൾ ഓപ്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെയാണ് വരുന്നത്. സോ നമുക്ക് നോക്കാം. വിച്ച് ടു ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ ആർ റിക്വയർഡ് ബൈ ഫോർ എൻ എൻറ്റിറ്റി ഷുഡ് അക്കൗണ്ട് ഫോർ എൻ കോൺട്രാക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് IFRS 15 വിത്ത് കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ്? ഏതൊക്കെ ക്രൈറ്റീരിയ ആണ് റിക്വയർഡ് ഫോർ എ കോൺട്രാക്ട് വിത്ത് എൻറ്റിറ്റി ഫോർ എ കോൺട്രാക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് IFRS 15? സോ ഏതൊക്കെ ക്രൈറ്റീരിയസ് ആണ് വേണ്ടത്? ഓൾ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഹാവ് എൻ അപ്രൂവ്ഡ് കോൺട്രാക്ട്, should have approved the contract. Contract must be in writing. Contract must be in writing നിർബന്ധമില്ല. എല്ലാ പാർട്ടീസും അപ്രൂവ് ചെയ്യണം, കോൺട്രാക്ട് അപ്രൂവ് ചെയ്യണം, അത് നിർബന്ധമാണ്. കോൺട്രാക്ട് റൈറ്റിംഗിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി ഇൻ വെർബൽ, ഇറ്റ് ക്യാൻ ബി ഇംപ്ലൈഡ് ഓൾസോ. കോൺട്രാക്ട് മസ്റ്റ് ഹാവ് എ കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ്. യെസ്, ദാറ്റ് ഓൾസോ കറക്റ്റ്. കോൺട്രാക്ടിന് ഒരു കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഉണ്ടാവണം. ഇറ്റ് ഷുഡ് ബി ഫോർ സം വാല്യൂ. വെറുതെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു കോൺട്രാക്ടിന് നമുക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് പോസിബിൾ ദാറ്റ് ദ കൺസിഡറേഷൻ വിൽ ബി കളക്ടഡ് ഫ്രം ദ കസ്റ്റമർ. ഇല്ല, അങ്ങനെ ഒരു നിർബന്ധമില്ല. കസ്റ്റമർ കൺസിഡറേഷൻ കളക്ട് ചെയ്യണമെന്ന് ഫസ്റ്റ് പ്രൈമ ഫേസിൽ നിർബന്ധം ഉണ്ടാവണം എന്നില്ല. ഓക്കെ, ദ കോൺട്രാക്ട് മസ്റ്റ് ഹാവ് എ കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ്. ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദ കൺസിഡറേഷൻ വിൽ ബി കളക്ടഡ് മതി. പ്രോബബിലിറ്റി മതി, പോസിബിൾ വേണമെന്നില്ല, പ്രോബബിലിറ്റി വേണം. റൈറ്റ്, പ്രോബബിൾ നമ്മൾ കളക്ട് ചെയ്യണം. പോസിബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിമോട്ട് ചാൻസ് ആയിപ്പോ. പ്രോബബിലിറ്റി വേണം, നമ്മൾ കളക്ട് ചെയ്യും. നമ്മൾ വെറുതെ അല്ല കൊടുക്കുന്നത്, നമ്മൾ റവന്യൂക്ക് വേണ്ടിയിട്ടാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ റവന്യൂ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. IFRS 15 requires the transaction price to be allocated to the performance obligation in the contract, where each performance obligation is satisfied at a point in time. How should the allocation be made? When each performance obligation is satisfied at a point in time, how the allocation should be made? Transaction price should be spread equally over the period when the contract is first agreed. Transaction price, the transaction price should be allocated to the revenue based on the standalone price of the component parts at the date of contract inception. Agreed percentage of transaction price should be allocated to the standalone selling price of any good sold with the balance spread equally over the term of the contract. Transaction price should be allocated based on the cost of the component parts at the date at which the contract is first agreed. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? എങ്ങനെയാണ് ട്രാൻസാക്ഷൻ പ്രൈസിനെ അലോക്കേറ്റ് ചെയ്യേണ്ടത്? Transaction price should be allocated relative to the standalone selling price of the component parts at the date of the contract inception. So നമ്മൾ കോൺട്രാക്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കോൺട്രാക്ടിനെ അതിന്റെ സ്റ്റാൻഡലോൺ പ്രൈസ്, ഓരോ കമ്പോണൻസിന്റെ സ്റ്റാൻഡലോൺ പ്രൈസിൽ വേണം ആ കോൺട്രാക്ടിനെ നമ്മൾ എന്ത് ചെയ്യാൻ? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ. സോ ഓപ്ഷൻ ബി is the correct answer. Option B is the correct answer. In relation to the sale made on 1st October 2006, what amount will be reported as a contract liability? Contract liability ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? For the service plan at 31st December 2007. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? What should we do? Right? നമ്മൾ ആദ്യം ഇവിടെ എന്താണ് നടന്നിരിക്കുന്നത്? ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഐറ്റംസ് ഉണ്ട്, രണ്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്.
ഒന്ന് ടെക്നിക്കൽ എക്വിപ്മെന്റ്, രണ്ട് 3-year സർവീസ് പ്ലാൻ. The total sale price was 1.8 million. അതായിരുന്നു കോൺട്രാക്ട് പ്രൈസ്. And on 1st October, the technical equipment was delivered. On its own, the technical would be normally sold for 1.75 million. And 3-year service plan will be sold for $165,000. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നല്ല എമൗണ്ടിനാണ് നമ്മൾ സെല് ചെയ്യാറ്. പക്ഷെ നമ്മൾ കൊടുത്തത് എത്ര രൂപയ്ക്കാ? 1.8 million എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അലൊക്കേറ്റ് ചെയ്യണം. വി ഹാവ് ടു ഫോളോ ദ അലൊക്കേഷൻ റൂൾ. സോ എങ്ങനെയാണ് നമ്മൾ അലൊക്കേഷൻ റൂൾ ഫോളോ ചെയ്യുന്നത്? ലുക്ക് അറ്റ് ഹിയർ. ടെക്നിക്കൽ കമ്പോണന്റ് സർവീസ് പ്ലാൻ. എമൗണ്ട് എത്രയാ വരുന്നത്? സർവീസ് പ്ലാനിന്റെ എക്വിപ്മെന്റിന്റെ 1.75 million. സർവീസ് പ്ലാൻ എത്രയാ വരുന്നത്? $165,000. Okay, this is the stand alone price. So രണ്ടും കൂടെ ചേർത്താൽ it is 1.915 million. അപ്പൊ പെർസെന്റേജ് എത്രയാണ്? പെർസെന്റേജ് 1750 divided by 195, which is 91%. 165 divided by 195 is 9%. ഓക്കെ, കോൺട്രാക്ട് വാല്യൂ എത്രയാ? കോൺട്രാക്ട് പ്രൈസ്. കോൺട്രാക്ട് പ്രൈസ് നമ്മൾ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് എത്രയാ കൊടുക്കുന്നത്? എത്രയ്ക്കാ കൊടുക്കുന്നത്? 1.8, 1800-നാണ് കൊടുക്കുന്നത്. സോ വി ആർ ഗിവിംഗ് ഇറ്റ് ഫോർ 1800. അപ്പൊ ഡിസ്കൗണ്ട് എത്രയാണ്? ഡിസ്കൗണ്ട് ഇസ് 115. സോ അതാണ് നമ്മുടെ ഡിസ്കൗണ്ട് വരുന്നത്. ഓക്കെ, അത് റെലവെന്റ് അല്ല. നമ്മൾ ഈ പറയുന്ന 1800-ന് വി നീഡ് ടു സ്പ്ലിറ്റ്. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ടേക്ക് 1800 ഇൻറ്റു ഈ സ്റ്റാൻഡ് അലോൺ പ്രൈസിന്റെ പെർസെൻറ്റേജ് യൂസ് ചെയ്ത്, ഈ സ്റ്റാൻഡ് അലോൺ പ്രൈസിന്റെ പെർസെൻറ്റേജ് യൂസ് ചെയ്തിട്ട് വേണം സ്പ്ലിറ്റ് ചെയ്യാൻ. ഇൻറ്റു 91%. 1800 ഇൻറ്റു 9%. So 1800 into 91%. 1800 into 9%. So 1645 and 155. ഇതായിരിക്കും സ്പ്ലിറ്റ് വരിക. 1645 and 155. അപ്പൊ സർവീസ് പ്ലാൻ നമുക്ക് എത്ര കിട്ടിയ? 1st October 2000 X6. 1st October 2000 X6 നമുക്ക് സർവീസ് പ്ലാനിന്റെ റവന്യൂ എത്രയാ കിട്ടിയത്? എത്രയാ കിട്ടിയേ? 155 കിട്ടി. കറക്റ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫുൾ റവന്യൂ 1st October തന്നെ കാണിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? പറ്റുമോ? പറ്റില്ല. കാരണം എന്തുകൊണ്ടാ? സർവീസ് പ്ലാൻ എത്ര വർഷത്തേക്കാണ്? സർവീസ് പ്ലാൻ 3 ഇയർക്കാണ്. സോ ഓപ്പണിംഗ് ഇതിന് നമ്മൾ കിട്ടുമ്പോ തന്നെ ഈ 155 വാല്യൂ നമുക്ക് കിട്ടുമ്പോ തന്നെ നമ്മൾ എങ്ങനെയാ റെക്കോർഡ് ചെയ്യുക? അപ്പൊ 1st October ജേർണൽ എൻട്രി എന്തായിരിക്കും? നമുക്ക് ജേർണൽ എൻട്രി വെച്ച് ആദ്യം തുടങ്ങാം. സോ 1st October X6 ജേർണൽ എൻട്രി വിൽ ബി ഡെബിറ്റ് ക്യാഷ്. എത്ര കിട്ടി നമുക്ക്? അല്ലെങ്കിൽ ഡെബിറ്റ് ട്രേഡ് റിസീവബിൾ 1800. ക്രെഡിറ്റ് റവന്യൂ എത്ര ക്രെഡിറ്റ് ചെയ്യും നമ്മൾ? ടെക്നിക്കൽ കമ്പോണന്റിന് 1645 ആണ്. ക്രെഡിറ്റ് ഡെഫേർഡ് റവന്യൂ വിച്ച് വിൽ ബി 155 will be considered as a deferred revenue. So 1st October 2000 X6 deferred revenue opening എത്രയായിരുന്നു? Opening was 155. എന്നിട്ട് 1st October മുതൽ 31st December X6 വരെ നമ്മൾ എന്ത് ചെയ്യും? We will charge to revenue. So which will be 155 divided by എത്ര മാസം ഉണ്ട്? എത്ര വർഷമാണ്? 3 years into 3/12. So 155 divided by 3 into 3/12 which will be 13. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് എത്രയായിരിക്കും? ഡെഫേർഡ് റവന്യൂയുടെ ക്ലോസിംഗ് ബാലൻസ് ഓൺ 31st December 2000 X6 എത്രയാ വരിക? 142 ആയിരിക്കും ഡെഫേർഡ് റവന്യൂയുടെ ക്ലോസിംഗ് ബാലൻസ്.
നമ്മൾ എത്ര റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്? 13 million. So 31st December 2006 we will charge debit revenue 13 million. Debit deferred revenue 13 million. Credit revenue 13 million. Okay. So the correct answer will be nearest 1000. 142 ആയിരിക്കും correct answer. 142 ആയിരിക്കും correct answer. Any questions? So nearest thousands എന്നാണ് ഇട്ടിരിക്കുന്നത്. So which means I have to put it as 142,000. Yeah. Next question. Which of the following statement in relation to warranty work undertaken on 18th November 2006 is the correct one? Which of the following is correct in relation to the warranty undertaken? So in the warranty എടുത്തത് നമ്മള് machinery sold by Bargi was found to be faulty and various parts were replaced by Bargi on warranty. Bargi would normally sell the replacement parts for $80,000. Total cost of the replacement part was $60,000. So cost വന്നിട്ട് 60,000 ആയിരുന്നു. നമ്മൾ നോർമലി സെല് ചെയ്യുന്നത് എത്രയായിരുന്നു? 80,000-നാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ വാറന്റി നമ്മൾ ചാർജ് ചെയ്തല്ലോ. വാറന്റി നമുക്ക് ആൾക്കാർ റീപ്ലേസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ നമുക്ക് എന്താ വരിക? നമുക്ക് നഷ്ടം വരുന്നുണ്ട് അല്ലെ? സോ ദർ നീഡ്സ് ടു ബി എ വാറന്റി പ്രൊവിഷൻ. കാരണം ഒരു സാധനം ഡാമേജ് ആയി കഴിഞ്ഞു, നമ്മളൊരു പ്രൊഡക്റ്റ് വിറ്റു, അത് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാറന്റിയിൽ അത് മാറ്റി കൊടുക്കണം. അപ്പൊ അത് എത്രയാണോ നമുക്ക് കോസ്റ്റ് വരുന്നത് ആ എമൗണ്ട് വേണം നമ്മൾ മാറ്റി കൊടുക്കാൻ. എത്രയാണ് നമുക്ക് കോസ്റ്റ് വന്നത്? ഹൗ മച്ച് ഇസ് ദ കോസ്റ്റ്? 60,000. സോ 60,000 വേണം എന്ത് ചെയ്യാൻ? വാറന്റി ആയിട്ട് റെക്കഗ്നൈസ്, പ്രൊവിഷൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ. So we should say that the revenue should include 80,000 in respect of the selling of these goods provided in repair. No, that is wrong. Revenue നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. Revenue should not include anything because that is കമ്പനി പ്രൊഡക്റ്റ് നമ്മൾ സെല് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം കൊടുക്കുന്ന വാറന്റിനെ പ്രൊവിഷൻ IAS 36 പ്രകാരമാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് സെയിൽസ് വിൽ ഇൻക്ലൂഡ് 60,000 for the cost of goods used, assuming no provision has been previously made by Bargi for a warranty liability. Correct. നമ്മൾ റീപ്ലേസ് ചെയ്ത പ്രൊഡക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റീപ്ലേസ് ചെയ്ത പ്രൊഡക്ട്സിനെ നമ്മൾ കോസ്റ്റ് ആയിട്ട് കാണിക്കേണ്ടി വരും. നോർമലി പ്രൊവിഷൻ വെക്കാറുണ്ട്. പ്രൊവിഷൻ വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് സെയിൽസിലേക്ക് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഈ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ ഓക്കെ യാ. സോ കോസ്റ്റ് കൂടും, അപ്പൊ എന്ത് പറ്റും? നമ്മുടെ പ്രോഫിറ്റ് കുറയും. കാരണം എന്തുകൊണ്ട്? നമ്മൾ ഈ പ്രൊഡക്ട്സ് വിറ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയല്ലേ. അപ്പൊ നമ്മുടെ കോസ്റ്റ് കൂടും, നമ്മുടെ ചെലവ് കൂടും. Revenue should include 60,000 to match the actual cost incurred by Bargi and net off. Wrong. Incorrect accounting treatment. Cost of sales will be reduced. ഇല്ല, കോസ്റ്റ് കുറയത്തില്ല, കോസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. Our cost will increase. Cost will increase. So the correct answer is option D. Okay. Any questions? Okay.
Last one, match the amounts to show how Bargi should account for the contract in its financial statement for the year ended 31st December X6. ഇത് എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. സോ എന്താണ് ഈ കോൺട്രാക്റ്റിൽ നടന്നത്? ബാർഗി entered into a contract for sale of goods for 200,000. Bargi received 200,000 on 1st December X6. Bargi has a right to repurchase these goods for 240,000. Okay. So 200,000 ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്തു. Bargi received 200,000 on 1st December. Bargi has a right to repurchase these goods on 1st April 2007 for 240,000. സോ ബാർഗിക്കാണ് റൈറ്റ് ഉള്ളത്. സെല്ലർ ഹാസ് ദ റൈറ്റ് ടു റീപർച്ചേസ്. അപ്പൊ ഇതിന് എന്ത് ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്? ദിസ് ഷുഡ് ബി കൺസിഡർഡ് ആസ് എ എന്തായിട്ടായിരിക്കും കണക്കാക്കുക? ദിസ് വിൽ ബി കൺസിഡർഡ് ആസ് എ കോൾ ഓപ്ഷൻ. ദിസ് വിൽ ബി കൺസിഡർഡ് ആസ് എ കോൾ ഓപ്ഷൻ. ഓക്കെ, കോൾ ഓപ്ഷൻ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റവന്യൂവിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് റെക്കഗ്നൈസ് എ റവന്യൂ. ഓക്കെ, റവന്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് കിട്ടിയ ക്യാഷിന് എന്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യണം? വി വിൽ ഡെബിറ്റ് ക്യാഷ് ബട്ട് വി വിൽ ക്രെഡിറ്റ് എ ലയബിലിറ്റി. അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ എപ്പോഴാണ് നമ്മൾ സെല് ചെയ്തത്? ഈ പ്രൊഡക്റ്റിനെ നമ്മൾ സെല് ചെയ്തത് 1st December 2006 1st December 2006. So there is a 4-month of repurchase agreement. 4 മാസത്തെ റീപർച്ചേസ് പോളിസി ഉണ്ട്. 4 മാസം. സോ 1st December 2006 we will debit cash. എന്താ ക്രെഡിറ്റ് ചെയ്യുന്ന? ലയബിലിറ്റി 200,000 for 4 months. From 1st December X6 മുതൽ 31st December X6 വരെ you will recognize interest. എത്ര പെർസെന്റേജ് ഇൻട്രസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യും? എത്ര പെർസെന്റേജ് ആണ് ഇൻട്രസ്റ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക? ഈ ഡിഫറൻസ് എമൗണ്ട് നമ്മൾ റീപർച്ചേസ് ചെയ്യുന്നത് എത്ര എമൗണ്ടിനാ? 240,000. which will be 40,000 will be the interest. 240 minus 200,000. പക്ഷെ അത് എത്ര മാസത്തേക്കാണ്? only for 1 month. So 40,000 into 1/4, which will be 10,000 will be the interest. അപ്പൊ നമ്മുടെ ലയബിലിറ്റി എന്താവും? ഡെബിറ്റ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് by 10,000, credit liability by 10,000. So our liability on 1st December X6 opening will be 200,000. ഇതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഇൻട്രസ്റ്റ് ആഡ് ചെയ്യും 10,000. ക്ലോസിംഗ് എത്രയാവും? 210,000. 31st December X6ലേക്ക് ക്ലോസിംഗ് ലയബിലിറ്റി വിൽ ബി 210,000. ഇൻട്രസ്റ്റ് എത്രയാ വരിക? ഇൻട്രസ്റ്റ് എത്രയാ വരുന്നത്? റവന്യൂ വിൽ ബി എത്രയായിരിക്കും? റവന്യൂ വിൽ ബി 0. റവന്യൂ വിൽ ബി 0. സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. എത്ര ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്? 10,000 ഇൻട്രസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യും. ക്യാഷ് വിൽ ബി എത്രയായിരിക്കും? 200,000. നമുക്ക് കിട്ടിയ ക്യാഷ് നമ്മൾ 200,000 ആയിട്ട് കാണിക്കും. ദിസ് amount will be shown as liability. Closing liability in statement of financial position will be 210,000. Closing liability will be 210,000. Any questions?
Okay, so with that we'll stop for today. Okay, we'll stop for today. ഈ ആൻസേഴ്സ് ഞാൻ വർക്കിങ്സ് ഞാൻ അയച്ചു തരാം. ഞാൻ ഈ ആൻസേഴ്സ് അയച്ചു തരാം. സോ നിങ്ങൾ ആൻസേഴ്സ് ചെക്ക് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. നാളെ നമുക്ക് ഇതിന്റെ സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ വി വിൽ ഡു എ ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ടു ദീസ് ടോപ്പിക്സ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ മോക്ക് ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ കൂടുതലും ചെയ്യുന്നത്. December 2020. Okay. Okay. So, thank you so much. We'll meet tomorrow. Tomorrow, same time, 8 മണി.